ഹായ് ഹലോ. വലിയൊരു ഇൻട്രഡക്ഷനും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻട്രോയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മൾ നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ടോപ്പിക് ഇന്ന് ഗ്യാമീറ്റോജനസിസ്. ഗ്യാമീറ്റോജനസിസ് എങ്ങനെ വേണോ നിങ്ങളുടെ സൗകര്യത്തിന് വായിക്കാം, രണ്ടും തെറ്റില്ല. അപ്പം ഗ്യാമീറ്റോജനസിസ് എന്ന് വെച്ചാൽ, ജനസിസ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ, ഗ്യാമീറ്റ് എന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറയാം. നമ്മുടെ ശരീരത്തിലെ 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഒന്ന് സൊമാറ്റിക് സെൽസ് എന്ന് പറയും, ഒന്ന് ജേം സെൽസ് എന്നും പറയും. ഇതിനകത്ത് സൊമാറ്റിക് സെൽസ് ആണ് നമ്മുടെ ശരീരത്തിനകത്ത് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഗ്രോത്തിനും മറ്റ് ഫങ്ഷൻസിനുള്ള ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകളാണ് സൊമാറ്റിക് സെൽസ്. നോൺ റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. നോൺ റീപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള അങ്ങനെ ഒരു മീനിങ് അല്ല, അത് ഡിവൈഡ് ചെയ്യാറുണ്ട്. നോൺ റീപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി, അടുത്തൊരു യങ് വൺസിന്, അടുത്തൊരു ഓർഗാനിസത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത സെല്ലുകളാണ് സൊമാറ്റിക് സെൽസ്. ഇനി ജേം സെൽസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സെക്സ് സെൽസ് എന്ന് പറയും, അത് അടുത്ത ഒരു ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് എന്തുണ്ട്, കഴിവുണ്ട്. ഇനി എന്താണ് ഗ്യാമീറ്റ് എന്ന് ചോദിച്ചാൽ, ജേം സെൽസിൽ നിന്നും കുറേ പ്രോസസ്സ് വഴി ഡെവലപ്പ് ചെയ്ത് വരുന്ന സെല്ലുകളാണ് ഗ്യാമീറ്റ്സ്. ആ ഗ്യാമീറ്റ്സിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഗ്യാമീറ്റുമായി ചേർന്ന് പുതിയൊരു യങ് വണ്ണിനെ, പുതിയൊരു ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓഫ് സ്പ്രിങ് എന്ന് വെച്ചാൽ പുതിയൊരു ജീവി, അത്രയേ ഉള്ളൂ. അപ്പോൾ ജേം സെൽസും ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ, ജേം സെൽസിനകത്ത് ഓക്കെ, അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോം ഉണ്ടെന്ന് അറിയുമ്പോൾ 46 ക്രോമസോം. 46 ക്രോമസോം. 46 എന്ന് വെച്ചാൽ 2 സെറ്റാണ്. അപ്പം 46ന്റെ പകുതി എത്ര? 23 സെറ്റ് നമ്മുടെ പാറ്റേണൽ ക്രോമസോം, അല്ലെങ്കിൽ പാറ്റേണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് വരുന്ന ക്രോമസോമാണ് 23. ബാക്കി 23 അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ 23, 46. അപ്പോൾ ഈ 23 നമ്മൾ ഒരു സെറ്റ് എന്ന് വിളിക്കും, അതിനെ ഹാപ്ലോയിഡ് എന്ന് വിളിക്കും. ഹാപ്ലോയിഡ്. ഇനി 23 കൂടെ ചേർന്ന് 46 ആകുമ്പോൾ ഡിപ്ലോയിഡ് എന്ന് വിളിക്കും. 46 ഉണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആവത്തുള്ളൂ. അതിനകത്ത് എന്ത് ചേഞ്ച് വന്നാലും ആ ഓർഗാനിസം തന്നെ മാറിപ്പോവും. ഓക്കെ, അപ്പം ജേം സെൽസിൽ 46 ക്രോമസോം ഉണ്ട്. പക്ഷെ ഗ്യാമീറ്റ്സിൽ എത്ര ഇല്ല? 46 ഇല്ല, 23 ഉള്ളൂ. 23 വെച്ചാൽ ഒരു സെറ്റേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഒരു സെറ്റ് ആവുന്നത്? ഈ ഗ്യാമീറ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സിലുള്ള അടുത്ത ഗ്യാമീറ്റും കൂടെ ചേർന്ന് എന്താവണം? ഒരു ജീവിയാണ്. അപ്പോൾ അതിനകത്തുള്ള ക്രോമസോം ആഡ് ചെയ്യപ്പെടും. 23 ചേർന്ന് 46 ആവും. ഇൻ കേസ് ഒരു ഗ്യാമീറ്റിൽ 46 ഉണ്ടെങ്കിൽ എത്രയാവും? 46 92 ആയി പോകുമ്പോൾ ഓർഗാനിസം തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഗ്യാമീറ്റിൽ ഹാപ്ലോയിഡ് 23, മറ്റതിൽ 46, ഡിപ്ലോയിഡിൽ 46. ഇനി ഈ 23ൽ 21 എണ്ണം സൊമാറ്റിക് ക്രോമസോമാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ സെക്സ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, ആ ഒരു കാര്യങ്ങൾ ഒഴികെയുള്ള ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ക്രോമസോമാണ് 21. ബാക്കിയുള്ളത് 2 എണ്ണം. അതിനെ എക്സ് എന്ന്, ഫീമെയിലാണെങ്കിൽ എക്സ് എന്ന് വിളിക്കും, മെയിലാണെങ്കിൽ XY എന്ന് വിളിക്കും. ഓക്കെ, അപ്പം അച്ഛനിൽ XY ആണുള്ളത്, അമ്മയുടെ X ആണുള്ളത്. അപ്പം ഒരു കുട്ടിയുടെ സെക്സ് മെയിലോ ഫീമെയിലോ ആവണമെങ്കിൽ അത് തീരുമാനിക്കുന്ന ആരാണ്? അച്ഛൻ. എന്തുകൊണ്ടാണ്? അവിടെ ഒരു വൈയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ആ വൈയുടെ പ്രസൻസ് ആണ് നമ്മുടെ ജെൻഡർ മാറ്റുന്നത്. അപ്പം കുട്ടി XY ആണെങ്കിൽ ആണാവും, X ആണെങ്കിൽ പെണ്ണാവും. ഓക്കെ, അത് പോട്ടെ. നമുക്ക് ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഗ്യാമീറ്റോജനസിസ്. ഈ ഗ്യാമീറ്റോജനസിസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ജേം സെല്ല് ഗ്യാമീറ്റ് ആയിട്ട് മാറും. അപ്പൊ ജേം സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ട്? 46. അത് എത്രയാവും? 23 ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാമീറ്റോജനസിസ്. അത് മെയിലിലും ഫീമെയിലും സ്റ്റെപ്പൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സ്ട്രക്ചർ ഓഫ് സ്പേമും സ്ട്രക്ചർ ഓഫ് ഓവും പറയുന്നില്ല. കാര്യം നമ്മൾ ഇത് ഗ്യാമീറ്റോജനസിസ് ആദ്യം 2 മെയിലും ഫീമെയിലും കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചറിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗ്യാമീറ്റോജനസിസ് നമ്മൾ പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ആണ്. എവിടെ നിന്ന്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള 46 ക്രോമസോം ഉള്ള നമ്മുടെ ജേം സെല്ലിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ള 23 ക്രോമസോം മാത്രമുള്ള
ഗ്യാമീറ്റായിട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്യാമീറ്റോജനസിസ്. ഇനി ഈ ഗ്യാമീറ്റോജനസിസിൽ നമുക്ക് അടുത്ത പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന് 3 സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത്. അതിനെ നമ്മൾ 3 ഫേസ് എന്ന് വിളിക്കും. ഫസ്റ്റ് ഫേസ് ഏതാ? മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. രണ്ടാമത്തത് ഫേസ് ഓഫ് ഗ്രോത്ത്. മൂന്നാമത്തത് ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഈ 3 ഫേസ് ആണ് ഗ്യാമീറ്റോജനസിസിലുള്ളത്. അത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ഫസ്റ്റ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഇതിന് നമ്മൾ വേറെ പേര് വിളിക്കും, പ്രോളിഫറേഷൻ ഫേസ് എന്ന് വിളിക്കും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പേര് പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യും, ജേം സെൽസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഫേസ് ഓഫ് ഗ്രോത്തിലാണെങ്കിലോ ഇതെന്ത് ചെയ്യും? ഈ ജേം സെൽസ് വളരും, കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റുള്ള ഫേസ് ഓഫ് മെച്ചുറേഷൻ, ഈ ജേം സെൽസ് മെച്ചുവർ ആയിട്ടുള്ള ഗ്യാമീറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഓരോന്നിനും നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് പറയാം, ഓരോ ഫേസ് ആയിട്ട് പറയാം. ഇനി അതിന്റെ കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ മൈറ്റോസിസും മിയോസിസും എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. 2 ഡിവിഷനാണ്, സെൽ ഡിവൈഡ് ചെയ്യുന്ന 2 ടൈപ്പ് സെൽ ഡിവിഷനാണ് മൈറ്റോസിസും മിയോസിസും. മൈറ്റോസിസ് എന്ന് വെച്ചാൽ ഈ 46 ക്രോമസോമിൽ ഒരു വ്യത്യാസം വരില്ല. എന്താവും? ഒരു സെല്ല് 46 ക്രോമസോമുള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആവും. ഈ 2ലും 46 ക്രോമസോം തന്നെ വരും. അതാണ് മൈറ്റോസിസ്. ഇനി മിയോസിസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നും പറയാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്രോമസോം റെഡ്യൂസ് ചെയ്യപ്പെടും, പകുതിയാവും. മൈറ്റോസിസ് പോലെയല്ല മിയോസിസിൽ ഡിവിഷൻ നടക്കും. ഒരു സെല്ല് എത്രയാവും? 2 ആവും. 2 ആകുമ്പോൾ അവിടെ എന്ത് നടക്കും? 2ലും പകുതി ക്രോമസോമേ വരൂ. ഇപ്പം 46 ക്രോമസോമുള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 23 എന്നുള്ള 2 സെല്ലായിട്ട് മാറും. അതാണ് മിയോസിസ്. മൈറ്റോസിസ് മിയോസിസ് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി ഓരോ ഫേസും എന്താണെന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ജേം സെൽസ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കുറേ നമ്പർ ഓഫ് ജേം സെൽസ് ആവും. ഈ മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും ആയിട്ടുള്ളതിന് രണ്ടാമത്തെ ഫേസിൽ, അതായത് ഫേസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസിൽ എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വലുതാവും, വളർന്ന് വലുതാവും മീൻസ് അതിനകത്തുള്ള കണ്ടന്റ് കുറച്ച് എന്ത് ചെയ്യും? കൂടും. അത് നമുക്ക് പറയാം. അത് സ്പെർമറ്റോജനസ്, അത് അടുത്ത മെയിലും ഫീമെയിലും ഞാൻ പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ? ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഫേസ് ഓഫ് മെച്ചുറേഷനിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ നടന്ന് 46 ക്രോമസോം എത്രയാവും? 23 ക്രോമസോമുള്ള ഗ്യാമീറ്റ് ആവും. അതുവരെ ജേം സെല്ലായിരിക്കും. ഈ ജേം സെൽ എന്താവും? ഗ്യാമീറ്റ് ആവും. ഇത് കഴിഞ്ഞിട്ട് മെയിലിലാണെങ്കിൽ ഒരു പ്രോസസ്സും കൂടെ നടക്കും. മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. മെറ്റാമോർഫോസിസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ രൂപവും ഫംഗ്ഷനും എല്ലാം മാറും. അതിൻ്റെ കറക്റ്റ് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അതിനകത്തുള്ള ഫിസിയോളജിക്കലിയും മോർഫോളജിക്കലിയും ചേഞ്ച് ചെയ്യും. അത് മെയിനായിട്ട് നടക്കുന്ന മെയിലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഇതിനെ ഗ്യാമീറ്റോജനസിസ് മെയിലിലും ഫീമെയിലിലും ഉള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാം. അത് കമ്പയർ ചെയ്ത് പഠിക്കാം. മെയിലിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്, മെയിലിൻ്റെ ഗ്യാമീറ്റ് നമ്മൾ വിളിക്കുന്നത് നമുക്ക് അറിയാവുന്ന തന്നെയാണ് സ്പേം. അപ്പം സ്പെർമാറ്റോജനസിസ്, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഫീമെയിൽസിലാണെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഓവം. അപ്പം അതിനെ വിളിക്കുന്ന പേര് ഓജനസിസ്. സ്പെർമറ്റോജനസിസ്, ഓജനസിസ്. മെയിലിലാണെങ്കിൽ സ്പെർമറ്റോജനസിസ്, ഫീമെയിലാണെങ്കിൽ ഓജനസിസ്. ഈ രണ്ടിലും ഒരേ സ്റ്റെപ്പ് തന്നെയാണുള്ളത്. ഏതൊക്കെ സ്റ്റെപ്പ്? നമ്മൾ 3 ഫേസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഫേസ് ഓഫ് ഗ്രോത്ത്, പിന്നെന്താ? ഫേസ് ഓഫ് മെച്ചുറേഷൻ. നമുക്ക് 3 എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് സ്പെർമറ്റോജനസിസിലോട്ട് പോകാം. സ്പെർമാറ്റോജനസിസ് ആണെങ്കിൽ, അതായത് മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജനസിസ്. ഈ സ്പെർമാറ്റോജനസിസ് അവസാനം ഒരു ചെറിയ പരിപാടികളുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്പെർമിയോജനസിസ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാൽ മെറ്റാമോർഫോസിസ്, അതായത് ഈ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്യാമീറ്റിൽ ഒരു ചേഞ്ച് വരും. ഒരു ചേഞ്ച് വന്നാൽ അതിന് ഫങ്ഷണലി കറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി അത് എന്ത് ചെയ്യുക? അതിൻ്റെ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതാണ് സ്പെർമിയോജനസിസ്. അപ്പം സ്പെർമാറ്റോജനസിസിൽ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്, അത് മറന്നു പോകരുത്. 3 ഫേസ് ഉണ്ടല്ലോ, ഒന്നുകൂടെ പറയട്ടെ. മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഫേസ് ഓഫ് ഗ്രോത്ത്, പിന്നെന്താ? ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ ഉണ്ട്, സ്പെർമിയോജനസിസ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഏതാ? ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. സ്പെർമാറ്റോജനസിസ്
അതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സ്പെർമിയോജനസിസ്. അപ്പം സ്പെർമാറ്റോജനസിസിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമോഡിയൽ ജേം സെൽ. പ്രൈമോഡിയൽ ജേം സെൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ജേം സെൽസ്, അത് എന്താവും സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന ഒരു ഫോമിലാണ്. സ്പെർമാറ്റിഡ്, അതാണ് സ്പെർമാറ്റോജനസിസ്. ഇനി ഈ ഉണ്ടായ സ്പെർമാറ്റിഡ് എന്താവണം? സ്പേം ആവണം. ആ പ്രോസസ്സാണ് സ്പെർമിയോജനസിസ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ സ്പെർമാറ്റോജനസിസിന്റെ ഫസ്റ്റ് ഫേസ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ നമ്മുടെ പ്രൈമോഡിയൽ ജേം സെൽ എന്ന് വെച്ചാൽ പ്രൈമറി ആയിട്ടുള്ള ജേം സെൽ, ഈ പ്രൈമറി ജേം സെൽ ആരായിട്ട് മാറുമെന്ന് അറിയാമോ? സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന രൂപത്തിലായിട്ട് മാറും. സ്പെർമാറ്റോഗോണിയ നമ്മൾ വേറൊരു പേര് വിളിക്കും സ്പെർം മദർ സെൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ എന്താ സംഭവിക്കുന്നത്? പ്രൈമോഡിയൽ ജേം സെല്ല് സ്പെർമാറ്റോഗോണിയ ആയിട്ട് മാറും. അപ്പൊ സ്പെർമാറ്റോഗോണിയയുടെ ഇതെന്താണെന്ന് അറിയാമോ? എത്ര ക്രോമസോം നമ്പർ എത്രയാണെന്ന് അറിയാമോ? 46. അങ്ങനെ നമ്മൾ 2n എന്നാണ് 46 2n എന്നാണ് പറയുന്നത്. 2n എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. n എന്ന് വെച്ചാൽ 23. അപ്പം ഇപ്പം അത് മനസ്സിലാക്കിക്കോളാം, എവിടെ വെച്ചാണ് ഇതിന്റെ ക്രോമസോം നമ്പർ ചേഞ്ച് ആവുന്നതെന്നുള്ളത് നമ്മൾക്ക് ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇപ്പൊ എന്താ 2n ആണ്. ഇനി അടുത്ത ഫേസ് ഓഫ് ഗ്രോത്തിൽ ഇവിടെ സെൽ ഡിവിഷൻ ഒന്നുമില്ല. ഈ ഇരിക്കുന്ന സ്പെർമാറ്റോഗോണിയ എൻലാർജ് വലുതാവുന്ന വെച്ചാൽ ഇത് സ്പേം ആയി കഴിയുമ്പോൾ ഇതിന് മൂവ് ചെയ്ത് ഫലോപ്പിൻ ട്യൂബ്യൂൾ വരെ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് എനർജി സേവ് ചെയ്യണം, അതിൻ്റെ ന്യൂട്രിയൻസ് സേവ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ്. അതിന് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്ത് സേവ് ചെയ്യുന്ന സമയമാണ് എന്ത്? നമ്മുടെ ഫേസ് ഓഫ് ഗ്രോത്ത്. അപ്പം ഈ സ്പെർമാറ്റോഗോണിയ ഫേസ് ഓഫ് ഗ്രോത്തിൽ വെച്ചിട്ട് എൻലാർജ് ചെയ്ത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. അപ്പൊ അവിടെ പേര് മാറുന്ന പഠിച്ചോളണം. ഫസ്റ്റിലാണെങ്കിൽ പ്രൈമോഡിയൽ ജേം സെൽ ആരായിട്ട് മാറി? സ്പെർമാറ്റോഗോണിയ. അപ്പൊ രണ്ടാമത്തെ ഫേസിൽ സ്പെർമാറ്റോഗോണിയ എൻലാർജ് ചെയ്ത് ആരായിട്ട് മാറി? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ ഇവിടെ വേറെ ഡിവിഷൻ ഒന്നും നടന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? 2n തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് സംഭവിക്കും. മിയോസിസ് സംഭവിച്ച് എന്തായിട്ട് മാറും അറിയാമോ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവും. അപ്പൊ മിയോസിസ് സംഭവിച്ചു നമ്മുടെ ക്രോമസോം എത്ര? നേരെ പകുതിയാവും. അപ്പൊ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് 46 ക്രോമസോം ഉണ്ടെങ്കിൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് എന്തില്ല? 46 ഇല്ല, 23 ഉള്ളൂ. അപ്പം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് സംഭവിച്ച് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവുമ്പം അവിടെ ക്രോമസോം നമ്പർ ഹാഫ് ആവും. ഓക്കെ, ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെ ഒരു സെക്കൻഡ് മിയോസിസ് നടന്ന് ആരാവും? നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെർമാറ്റിഡ് ആവും. അപ്പം ഈ സ്പെർമാറ്റിഡ് ആവും, അവിടെ വരെ നിൽക്കട്ടെ. അപ്പം ഒന്നുകൂടെ പറയാം. അതായത് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ പ്രൈമോഡിയൽ ജേം സെൽസ് മൈറ്റോസിസ് നടന്ന് കുറേ എന്തുണ്ടാവും? സ്പെർമാറ്റോഗോണിയ, അല്ലെങ്കിൽ അതിന് വേറെ പേര് സ്പെർം മദർ സെൽ. ഇത് ഫേസ് ഓഫ് ഗ്രോത്തിൽ വെച്ചിട്ട് ഇതെന്ത് ചെയ്യും? എൻലാർജ് ചെയ്ത് അടുത്തുള്ള സെല്ലുകളിൽ നിന്ന് പ്രോട്ടീൻസും ന്യൂട്രിയൻസും അമിനോ ആസിഡും എനർജിയും ന്യൂട്രിയൻസും ഒക്കെ ശേഖരിച്ച് വലുതായിട്ട് അപ്പൊ ആ വലുതാവുന്ന സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഫേസ് ഓഫ് മെച്ചുറേഷനിൽ 2 മിയോസിസ് നടക്കും. ഫസ്റ്റ് മിയോസിസിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് നടന്ന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് നമ്മുടെ ക്രോമസോം നമ്പർ 46 നിന്ന് 23 ആയി. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെ അതിന് എന്ത് നടക്കത്തില്ല? ക്രോമസോം നമ്പർ ചേഞ്ച് ആവത്തില്ല. മിയോസിസ് നടന്ന് എന്താവും? സ്പെർമാറ്റിഡ്. ഈ ഇരിക്കുന്ന സ്പെർമാറ്റിഡിന് എന്ത് സംഭവിക്കും? മെറ്റാമോർഫോസിസ് സംഭവിച്ച് സ്പേം ആവും. അപ്പൊ ഈ മെറ്റാമോർഫോസിസ് സംഭവിക്കുന്ന ആ ഒരു പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. അതായത് നമ്മുടെ ഫേസ് ഓഫ് മെച്ചുറേഷനില് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2n ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആരാവും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്താവും? പിന്നെ അപ്പൊ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവുമ്പോൾ അതിന് എന്തായി? ക്രോമസോം നമ്പർ n.
23 ഉള്ളൂ. ഇത് പിന്നെ ഒരു സെക്കൻഡ് മിയോസിസ് നടന്ന് ആരാവും? സ്പെർമാറ്റിഡ് ആവും. ഈ സ്പെർമാറ്റിഡിന് അടുത്തൊരു പ്രോസസ്സ് നടന്ന് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്ന് ആരായിട്ട് മാറും? സ്പേമായിട്ട് മാറും. ഈ സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സൈസ് നമ്മൾ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു സൈസാണ്. അതിന് മോട്ടിലിറ്റി ഒന്നുമില്ല, ചെറുതാണ്, അതിന് വേറെ മോട്ടിലിറ്റി ഒന്നുമില്ല. അതെന്താവും? അത് മെറ്റാമോർഫോസിസ് സംഭവിച്ച് ഒരു ഹെഡും ഒരു ടെയിലും ഒക്കെ വന്ന് മിഡിൽ പീസും ഒക്കെ വന്നിട്ട് മൈറ്റോകോൺട്രിയ ഒക്കെ വന്ന് നിറഞ്ഞ് എനർജിയൊക്കെ ആയി അമിനോ ആസിഡും പ്രോട്ടീനും ഒക്കെ ആയിട്ട് അത് മൂവ് ചെയ്യാനുള്ള നമ്മൾ കാണുന്ന സ്പേമായിട്ട് മാറും. ആ ഒരു പ്രോസസ്സാണ് സ്പെർമിയോജനസിസ്. ഓക്കെ, ഇനി അത് പറഞ്ഞ കൺഫ്യൂഷൻ ആവും. ഇനി ഒന്നുകൂടെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടെ കാണുക. ഓക്കെ, അപ്പൊ ഇതിന്റെ എണ്ണം ചിലപ്പോൾ ചോദിക്കും. അതായത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പേം ഉണ്ടാവും എന്നുള്ള ചോദ്യം വരും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നോക്കാം. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, അതായത് ഫേസ് ഓഫ് മെച്ചുറേഷനിൽ എത്തുമ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എടുക്കുക, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ, അപ്പൊ എത്രയാവും? 2 ആയിട്ട് മാറും. അപ്പൊ എത്രയായി? 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയി. ഒരെണ്ണം 2 ആയി. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയി. ഇനി അവിടെ പിന്നെ ഒരു മിയോസിസ് നടക്കും. അപ്പൊ പിന്നെ എത്രയാവും? ഈ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് 2 ആവും. അപ്പൊ നമുക്കിവിടെ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ട്. അത് എത്രയാവും? 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അത് ഞാൻ ഈ ഇടത്തെ കയ്യിൽ എടുക്കുകയാണെ. 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ട്. ഇത് എന്ത് നടക്കും? മിയോസിസ് നടന്ന് ഇതിൽ നിന്നും 2 അപ്പൊ എത്രയായി? 4. അപ്പൊ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പെർമാറ്റിഡ് ഉണ്ടാവും. ഈ 4 എണ്ണത്തിനും സ്പെർമിയോജനസിസ് നടന്ന് മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന് സെൽ ഡിഫറൻഷിയേഷൻ നടന്ന് അവരെന്താവും? കറക്റ്റ് സ്പേമായിട്ട് മാറും. അപ്പൊ ഇതാണ് സ്പെർമാറ്റോജനസിസ്. മെയിൽ സ്പേം എന്തായി? പ്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത oogenesisലേക്ക് പോവാം. അതായത് ഫീമെയിൽ ഗാമീറ്റോജനസിസ് നമ്മൾ വിളിക്കുന്ന പേരാണ് oogenesis. ഓക്കെ, അപ്പൊ ഫീമെയിൽ ഗാമീറ്റോജനസിസ് ആണ് oogenesis എന്ന് പറഞ്ഞു. അപ്പൊ ഈ oogenesisൽ എന്താണ് നടക്കുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങാം. പ്രൈമോഡിയൽ ജേം സെല്ല് എന്തായിട്ട് മാറും? ഓവമായിട്ട് മാറും. ആ ഒരു പ്രോസസ്സാണ് എന്ത്? നമ്മുടെ oogenesis. അപ്പൊ oogenesisലും എത്ര ഫേസ് ഉണ്ട്? 3 ഫേസ്. ഒന്ന് നേരത്തെ ഓർത്ത് നോക്കിയേ. ഫസ്റ്റ് ഫേസിന്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ഇവിടെയും പ്രൈമോഡിയൽ ജേം സെല്ല് മൾട്ടിപ്ലിക്കേഷൻ നടന്ന് എന്തായിട്ട് മാറും? നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെർമാറ്റോഗോണിയായിട്ട് മാറും. ഇവിടെ അപ്പം നമ്മൾ നേരത്തെ സ്പെർമാറ്റോജനസിൽ സ്പെർമാറ്റോഗോണി ആണെങ്കിൽ ഇവിടെ എന്താ? ഊഗോണിയ. പ്രൈമോഡിയൽ ജേം സെല്ല് മൈറ്റോസിസ് നടന്ന് ഊഗോണിയ ആയിട്ട് മാറും. അപ്പൊ പ്രൈമോഡിയൽ ജേം സെല്ലിന്റെയും ക്രോമസോം നമ്പർ എത്ര? 46. ഊഗോണിയുടെ 46. ഇനി അടുത്ത ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ ഊഗോണിയ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാല് പ്രൈമറി സ്പെർമാറ്റോജനസിസ് നമ്മൾ പറഞ്ഞെന്താ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അല്ലേ? ഇവിടെ അപ്പൊ എന്തായിരിക്കും? പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ഊഗോണിയ വലുതായി അതിനാവശ്യമുള്ള ന്യൂട്രിറ്റീവ് മെറ്റീരിയൽസും എംബ്രിയോ വളരാൻ ആവശ്യമായിട്ടുള്ള എനർജിയും മറ്റു കാര്യങ്ങളും എല്ലാം അടുത്തിരിക്കുന്ന സെല്ലിൽ നിന്നും അക്യുമുലേറ്റ് ചെയ്ത് യോക്ക് എന്ന് പറയേ, അത് ഒരു വേറെ ചെറിയ പ്രോസസ്സ് ഉണ്ട്, ഞാൻ പറയാം. അവിടെ യോക്ക് എന്ന് പറയും. അവിടെ ന്യൂട്രിറ്റീവ് മെറ്റീരിയൽസും എല്ലാം കൂടെ സേവ് ചെയ്ത് വെക്കും. അതാണ് ഫേസ് ഓഫ് ഗ്രോത്തിൽ നടക്കുന്നത്. ഇനി എന്താ? ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഫേസ് ഓഫ് മെച്ചുറേഷനിൽ അപ്പൊ ഇപ്പോഴും നമ്മുടെ എന്ത് നടന്നിട്ടില്ല? മിയോസിസ് നടന്നില്ല. അപ്പൊ നമ്മുടെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? 46. പ്രൈമറി ഊസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് നമ്മുടെ 46 ക്രോമസോം എത്രയാവും? നേരെ ഹാഫായിട്ട് 23 ക്രോമസോം ഉള്ള സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറും. സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറും. അപ്പൊ സെക്കൻഡറി ഊസൈറ്റിലെ ക്രോമസോം നമ്പർ എത്ര? N 23. അപ്പം ഓർമ്മിച്ചോളണം, പ്രൈമറി ഊസൈറ്റിൽ അല്ലെങ്കിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലും പ്രൈമറി ഊസൈറ്റിലും 46 ക്രോമസോം ഉണ്ട്. ആ ഒരു പ്രോസസ് നമ്മുടെ ഫേസ് ഓഫ് മെച്ചുറേഷനിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് പ്രൈമറി ഊസൈറ്റ് അല്ലെങ്കിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ എത്തി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയി. അപ്പൊ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെ ഒരു മിയോട്ടിക് ഡിവിഷനോടെ നടന്ന് ആരാവും? നമ്മുടെ ഓവമായിട്ട് മാറും. ഇവിടെ ഓവത്തിന് വേറെ മെറ്റാമോർഫോസിസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്താവും?
ഓവമായിട്ട് തന്നെ മാറും. ഇനി നമുക്കിവിടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ഒരു പ്രൈമറി oocyteൽ നിന്നും രണ്ട്, അത് മിയോസിസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എന്താവും, രണ്ടായിട്ട് മാറും നമ്മൾ പറഞ്ഞു. അപ്പം ഒരു സെക്കൻഡറി oocyteും ഒരു പോളാർ ബോഡി ആയിട്ട് മാറും. പോളാർ ബോഡി വേറെ ഫംഗ്ഷനിങ്ങോ അങ്ങനെ ഒന്നും അല്ലാത്ത ഒരു ഡെഡ് സെല്ലെന്ന് പറയാൻ പറ്റൂല, ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്ത വേറൊരു സെല്ലായിട്ട് മാറും, പോളാർ ബോഡി എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു പ്രൈമറി oocyte രണ്ടെണ്ണമായി, അതിൽ ഒന്ന് മാത്രമേ എന്തുള്ളൂ, ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡറി oocyte നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു സെക്കൻഡറി oocyte പിന്നെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, രണ്ടാവുമ്പോൾ ഇവിടെ എന്താ, ഒരു പോളാർ ബോഡിയും കൂടിയാണ് ആവുന്നത്. അതുപോട്ടെ ഒരു സെക്കൻഡറി oocyte ഒരു എന്തായിട്ട് മാറി, ഓവായിട്ട് മാറി. അപ്പോൾ ഒരു പ്രൈമറി oocyteൽ നിന്നും ഒരു ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും 4 സ്പേം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മൊത്തം എത്ര പോളാർ ബോഡി ഉണ്ടാവുമായിരിക്കും? ഒരു പ്രൈമറി oocyteൽ നിന്നും രണ്ടെണ്ണമായി, രണ്ടെണ്ണത്തിൽ ഒന്നെന്താ, പോളാർ ബോഡിയാണ്. ഈ ഒരു പോളാർ ബോഡി എന്ത് ചെയ്യും, പിന്നെ എന്ത് നടക്കും, പോളാർ ബോഡിക്ക് എന്ത് നടക്കും, മിയോസിസ് നടക്കും. അപ്പോൾ ഈ ഒരു പോളാർ ബോഡിയിൽ നിന്നും എത്ര പോളാർ ബോഡി ഉണ്ടായി, അപ്പോൾ 2. അപ്പോൾ മൊത്തം എത്ര പോളാർ ബോഡി, 3 പോളാർ ബോഡി ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഒരു പ്രൈമറി oocyteൽ നിന്നും ഒരു ഓവവും 3 പോളാർ ബോഡിയാവും. അപ്പോൾ എണ്ണം കറക്റ്റ് ആയില്ലേ, 4 ആയില്ലേ. ഒരു പ്രൈമറി oocyteൽ നിന്നും 4 ഒരു ഓവവും 3 പോളാർ ബോഡിയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി വേറെ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അതായത് നമ്മുടെ ഒരു ഫീമെയിൽ എംബ്രിയോ ആണോ ഉണ്ടാകുന്നില്ല, ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ് ഓഫ് ഗ്രോത്ത് വരെ അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസ് വരെ ആ കുട്ടിയുടെ ആ എംബ്രിയോണിക് സ്റ്റേജ് വെച്ച് തന്നെ നടക്കും. അതായത് കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ഫോം ചെയ്തിരിക്കും, കുറേ പ്രൈമറി oocyteകൾ ഫോം ചെയ്തിരിക്കും, അത് ജനിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ എന്തൊക്കെ നടന്നു കഴിഞ്ഞു, ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഫേസ് ഓഫ് ഗ്രോത്ത്, ഈ 2 ഫേസും ആ കുട്ടിയുടെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ നടന്നു. പിന്നെ ബാക്കിയെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കും. കുട്ടി പ്യൂബേർട്ടി എത്തുന്നത് വരെ എല്ലാ പ്രോസസ്സും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പ്യൂബേർട്ടിയിൽ വെച്ചിട്ടാണ് പ്രൈമറി oocyte ഓരോ മാസവും ഓരോ ഓവമായിട്ട് പുറത്ത് വരുന്നത്, ഇല്ലേ? അപ്പോൾ അത് പെൺകുഞ്ഞുങ്ങളിൽ എവിടെയാണ് oogenesis നടക്കുന്നത്, എവിടെയാണ്, ഓവറിയിൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. പ്രൈമറി oocyteകളാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് കുട്ടി ചൈൽഡ്ഹുഡ് സമയങ്ങളിലെല്ലാം ഇതെല്ലാം ഹോൾഡ് ചെയ്തിരുന്നിട്ട് പ്യൂബേർട്ടി ആകുമ്പോഴാണ് ഓരോ മാസവും ഓരോ പ്രൈമറി oocyte വന്ന് ഓവുലേഷൻ പ്രോസസ്സ് നടന്ന് എന്തായിട്ട് മാറി, ഓവമായിട്ട് മാറി പുറത്തേക്ക് വരുന്നത്. ഇനി ആൺകുട്ടികളിലാണെങ്കിൽ എല്ലാ പ്രോസസ്സും, അതായത് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തൊട്ട് പ്യൂബേർട്ടി സമയത്താണ് നടക്കുന്നത്. ഓക്കെ, അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ഒന്നുകൂടെ കമ്പയർ ചെയ്ത് പറയട്ടെ. അതായത് പ്രൈമോഡിയൽ ജേം സെല്ല് സ്പെർമറ്റോജനസിലാണെങ്കിൽ ആരായിട്ട് മാറും, സ്പെർമറ്റോഗോണിയ. oogenesis-ലാണെങ്കിൽ ഊഗോണിയ. ഇനി 2, അപ്പോൾ ഫേസ് ഓഫ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ഫേസ് ഓഫ് ഗ്രോത്തിൽ വരുമ്പം സ്പെർമറ്റോഗോണിയ ആണെങ്കിൽ ആരായിട്ട് മാറും, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഊഗോണിയാണെങ്കിൽ പ്രൈമറി oocyte. അപ്പോൾ അവിടെ ഫേസ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഫേസ് ഓഫ് എന്താ, മെച്ചുറേഷൻ. ഫേസ് ഓഫ് മെച്ചുറേഷനിൽ സ്പെർമറ്റോസൈറ്റ് ആണെങ്കിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണെങ്കിൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി സ്പെർമാറ്റിഡ് ആയി. oogenesis-ലാണെങ്കിൽ പ്രൈമറി oocyte സെക്കൻഡറി oocyte ആയി എന്തായി, ഓവമായി. ഇനി അപ്പോൾ ഫേസ് ഓഫ് മെച്ചുറേഷനിൽ വെച്ചിട്ട് ഫസ്റ്റ് മിയോസിസ് നടക്കുമ്പോഴാണ് oocyte അല്ലെങ്കിൽ ഓവത്തിന്റെ എന്താ മാറുന്നത്, എഗ്ഗിന്റെ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നത്. അപ്പം ഫേസ് ഓഫ് മെച്ചുറേഷനിൽ ഫസ്റ്റ് മിയോസിസ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രൈമറി oocyte വരെ 46 ക്രോമസോം ഉണ്ട്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് നടക്കുന്നവരെ 46 ക്രോമസോം ഉണ്ട്. ഇനി പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അല്ലെങ്കിൽ പ്രൈമറി oocyte ഒരു ഫസ്റ്റ് മിയോസിസ് കഴിഞ്ഞ് സെക്കൻഡറി oocyteോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റോ ആകുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, ക്രോമസോം ഹാഫ് ആവുന്നത്. ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓവം ഉണ്ടായി, സ്പെർമാറ്റിഡും ഉണ്ടായി. സ്പെർമിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി മെറ്റാമോർഫോസിസ് നടന്ന് വലിയ സെൽ എന്താവും, കുഞ്ഞു സെല്ലായി, ഹെഡും ടെയിലും ഒക്കെ ഉണ്ടായി. അതിന് മോഷൻ. അപ്പം സ്പെർമാറ്റിഡിന് മോഷൻ ഇല്ല. സ്പേമിന് വരുമ്പോഴാണ് അവിടെ എന്തൊക്കെ ചേഞ്ച് നടക്കും, അത് ചെറുതാവും, നീളമുള്ള ബോഡിയാവും,
മോട്ടൈലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് സ്പെർമാറ്റോസൈറ്റും സ്പെർമാറ്റോജനസിസും ഊജനസിസും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ സ്പെർമാറ്റോസൈറ്റ് എവിടെയാണ് നടക്കുന്നത്? ഗാമീറ്റോജനസിസ്, സ്പെർമാറ്റോസൈറ്റ് അല്ല, സ്പെർമാറ്റോജനസിസ് എപ്പോഴും മാറിപ്പോകുന്നു, സോറി. അപ്പം ഗാമീറ്റോജനസിസ് മെയിലിലാണെങ്കിൽ ടെസ്റ്റിസിലും, ഫീമെയിലാണെങ്കിൽ ഓവറിയിലും. ഇനി സ്പെർമാറ്റോജനസിസ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സ്പേം, ഊജനസിസ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഓവം. ഇവിടെ ഗാമീറ്റോജനസിന്റെ രണ്ടാമത്തെ ഫേസിലെ ഗ്രോത്ത് ഫേസ്, സ്പെർമാറ്റോജനസിസിലാണെങ്കിൽ ചെറിയ ഗ്രോത്ത് ഫേസ് അവിടെ ഉണ്ടാവും. പക്ഷേ ഊജനസിലാണെങ്കിൽ ഒരു വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള ടൈം എടുത്ത്, ഒരുപാട് സമയം എടുത്തിട്ടാണ് എന്ത് നടക്കുന്നത്, എന്താവുന്നത്? ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഊഗോണിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പേം ഉണ്ടാവും. സ്പെർമാറ്റോജനസിസിലാണെങ്കിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം ഉണ്ടാവും. പക്ഷേ ഊജനസിസിലാണെങ്കിൽ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരു ഓവമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ആൺകുട്ടികളിലാണെങ്കിൽ സ്പെർമാറ്റോജനസിസ് അല്ലെങ്കിൽ ഗാമീറ്റോജനസിന്റെ മെയിൽ വെർഷനായ സ്പെർമാറ്റോജനസിസ് എല്ലാം ആ പ്യൂബേർട്ടിക്ക് ശേഷമാണ് നടക്കുന്നത്. ഒരു ഫീമെയിലാണെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനും ഫേസ് ഓഫ് ഗ്രോത്തും കഴിഞ്ഞിരിക്കും. എന്നിട്ട് പ്രൈമറി ഊസൈറ്റിന്റെ ബാക്കിയുള്ള ഡെവലപ്മെന്റ് എവിടെയാണ് നടക്കുന്നത്? എപ്പോഴാണ്? ആ കുട്ടിയുടെ പ്യൂബേർട്ടിയിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, ഇനി സ്പെർമാറ്റോജനസിസിൽ പോളാർ ബോഡി ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഊജനസിസിലാണെങ്കിലോ 3 പോളാർ ബോഡി ഉണ്ടാവുന്നുണ്ട്. ഇതെത്രയാണ് നമുക്ക് കമ്പാരിസൺ. ഇതിന്റെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുള്ള നോട്ടൊക്കെ ഞാൻ തരാം. ഓക്കെ, നമ്മൾ ഊജനസിൽ വിട്ടൊരു ചെറിയ കാര്യമുണ്ട്. അതായത് ഊജനസിന്റെ രണ്ടാമത്തെ ഫേസായ ഗ്രോത്ത് ഫേസിൽ നമ്മുടെ പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യില്ലേ? എവിടെ നിന്ന്? ഊഗോണിയിൽ നിന്ന് പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റലോജനസിസ് എന്ന് വായിക്കാം. വൈറ്റലോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. എന്തെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാമോ? അതായത് എംബ്രിയോയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽസും എനർജിയും പ്രോട്ടീൻസും എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൈറ്റലോജനസിസ് എന്ന് വിളിക്കുന്നത്. ആ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്ന പേരാണ് വൈറ്റലിൻ അല്ലെങ്കിൽ വൈറ്റലിൻ. ഓക്കെ, അതിന് വേറെ പേരോട് യോക്കെന്നുണ്ട്. അപ്പം വിറ്റലിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് വിറ്റലോജനസിസ്. അപ്പൊ വിറ്റലിൻ എന്താണ്? ആ എംബ്രിയോ ടൈം ആവുമ്പോൾ ഓവത്തിനകത്തുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം വേണം. അപ്പൊ ഈ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? വൈറ്റലോജനസിസ്. അപ്പോൾ ഒന്നുകൂടെ സമപ്പ് ചെയ്യാമല്ലോ. നമ്മുടെ ഗാമീറ്റോജനസിസ് എന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഗാമീറ്റോജനസിന് 3 ഫേസ് ഉണ്ട്. ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മൈറ്റോസിസ് നടക്കും. സെല്ല് ഡെവലപ്പ്, പ്രൈമോഡിയൽ ജേം സെല്ല് സ്പെർമറ്റോഗോണിയോ ഊഗോണിയോ ആവാം. അപ്പം ഞാൻ സ്പെർമറ്റോഗോണിയ എന്ന് പറയുമ്പം എന്താണ്? സ്പെർമറ്റോജനസിസ് ആണെന്നും ഊഗോണിയ പറയുമ്പം ഊജനസിസ് ആണെന്നും ഓർമ്മിച്ചോളാം. ഓക്കെ, രണ്ടാമത്തെ ഫേസിലാണെങ്കിൽ ഗ്രോത്ത് ഫേസിലാണെങ്കിൽ നമ്മുടെ ഊഗോണിയ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്തായിട്ട് മാറും? പ്രൈമറി ഊസൈറ്റ് അല്ലെങ്കിൽ സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. അവിടെ ഗ്രോത്ത് ആണ് നടക്കുന്നത്. അവിടെ രണ്ടും എന്ത് സംഭവിക്കും? ആ സമയത്ത് അവിടെ ഡിവിഷൻ ഒന്നുമില്ല, അക്യുമുലേഷൻ ആണ്. അതായത് പ്രോട്ടീൻസും എനർജിയും ഒക്കെ അക്യുമുലേഷൻ. ഇനി മൂന്നാമത്തെ ഫേസ് ഓഫ് മെച്ചുറേഷനിൽ വെച്ചിട്ടാണ് പ്രൈമറി യൂസൈറ്റ് എന്താവും? പ്രൈമറി യൂസൈറ്റിന്റെ ക്രോമസോം നമ്പർ വരെ എത്രയാണ്? 46 ആണ്. ഇത് എത്രയാവും? പകുതിയാവും, 23 ആവും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവും, അല്ലെങ്കിൽ പ്രൈമറി ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആവും. അപ്പൊ ഈ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പോകുന്ന സമയത്താണ് എന്ത് നടക്കുന്ന? മിയോസിസ് നടന്ന് ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നത്. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അടുത്ത മിയോസിസ് നടന്ന് സ്പെർമാറ്റിഡ് ആവും. സെക്കൻഡറി ഊസൈറ്റ് ആണെങ്കിൽ ഓവോ ആയിട്ട് മാറും. ഇനി സ്പെർമിൽ മാത്രം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സാധനം സ്പെർമിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അതെന്ത് ചെയ്യും? അതിന് സെൽ ഡിഫറൻഷിയേഷൻ നടന്ന് എന്തായിട്ട് മാറും? സ്പെർമായിട്ട് മാറും. അപ്പം സ്പെർമാറ്റോസൈറ്റിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോജനസിസിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 4 സ്പെർമായിട്ട് മാറും. ഊജനസിസിലാണെങ്കിൽ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് 3 പോളാർ ബോഡിയും ഒരു ഓവായിട്ട് മാറും. അപ്പൊ നമ്മുടെ
ഗാമീറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു, അതിൻ്റെ കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.